ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ലെൻസുകളിലൊന്നാണ് കാനൻ്റെ 50mm f1.8. ഓക്കെ, സോ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, എൻ്റെ കിറ്റ് ലെൻസിൽ നിന്ന് എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ 18-55 ആണ് കിറ്റ് ലെൻസ്. അതിൽ നിന്ന് എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക്കായിട്ട് പോകണം, കുറച്ചും കൂടെ പോർട്രേറ്റ്സ് എടുക്കാൻ പോകണം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ലെൻസാണ്, കാനൻ്റെ 50mm 1.8 STM ലെൻസ്. അപ്പോൾ ഇത് കാനൺ സ്പോൺസർ ചെയ്ത വീഡിയോ ഒന്നുമല്ല, ഇത് ഞങ്ങൾ ഫുൾ പ്രൈസ് കൊടുത്ത് മേടിച്ചതാണ്, ഫ്രണ്ടിൻ്റെ ലെൻസാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതാണ് പോർട്രേറ്റ്സ് എടുക്കാനും എൻ്റെ പേഴ്സണൽ യൂസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എൻ്റെ മെയിൻ അഡ്വാൻറ്റേജിലൊന്നെന്ന് പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ, നല്ല സ്മോൾ സൈസാണ്, പക്ഷേ അത് ഭയങ്കര കോമ്പാക്റ്റുമാണ്, മിക്ക ബാഗുകളിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത് 1.8 ആപ്പർച്ചറാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ ഇവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആപ്പർച്ചർ 1.8 എന്താണെന്ന്. അപ്പോൾ ഇതിൻ്റെ 1.8 ആപ്പർച്ചർ വരെ തുറക്കും, അപ്പോൾ നല്ല വലുതായിട്ട് തുറക്കും, അപ്പോൾ കുറേ ലൈറ്റ് ഇതിൻ്റെ അകത്തോട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് ഗുണമെന്ന് വെച്ചാൽ ഇതിനൊരു ഫാസ്റ്റ് ലെൻസ് എന്നും പറയും. എന്ന് വെച്ചാൽ എനിക്ക് ഷട്ടർ സ്പീഡ് കുറച്ചും കൂടെ കൂട്ടി വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ 1.8 ആപ്പർച്ചറിൽ എനിക്ക് ഷട്ടർ സ്പീഡ് കൂട്ടാം, അധികം ബ്ലറൊന്നും ഇല്ലാതെ. നല്ല ഇപ്പോൾ ഇങ്ങനത്തെ ഇരുട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇൻഡോർ ഷൂട്ട്സ്, വെഡ്ഡിങ് ഷൂട്ട്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഷട്ടർ സ്പീഡിൽ അധികം കോംപ്രമൈസ് വരുത്തണ്ട. 1.8 ആപ്പർച്ചറിൽ ഇട്ടിട്ട് ഷട്ടർ സ്പീഡ് കൂട്ടിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഫാസ്റ്റ് ലെൻസ് എന്നും പറയും. ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 7 ആപ്പർച്ചർ ബ്ലേഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഫോക്കസ് ആകുമ്പോഴത്തേക്കും കാണാം, ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്ലേഡ്സ് ഉണ്ടാകും അവിടെ ആയിട്ട് ഉള്ളിൽ. അപ്പോൾ അതാണ് നമ്മുടെ ആപ്പർച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആപ്പർച്ചർ ബ്ലേഡ്സ് 7 അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല റൗണ്ട് ആയിട്ടിരിക്കില്ലേ, അപ്പോൾ ആ റൗണ്ട്നെസ് കിട്ടാനാണ് ആപ്പർച്ചർ ബ്ലേഡ്സിൻ്റെ എണ്ണം കൂട്ടുന്നത്. അപ്പോൾ അതാണ് മറ്റ് ബാക്കിയുള്ള ലെൻസുകൾക്ക് 50,000-60,000 രൂപയൊക്കെ വില വരുന്നത്. അതിൻ്റെ അകത്ത് കൂടുതൽ ആപ്പർച്ചർ ബ്ലേഡ്സ് 8-9 ആപ്പർച്ചർ ബ്ലേഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു വിലയിൽ 7 ആപ്പർച്ചർ ബ്ലേഡ്സ് ഇത്ര നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത് പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. അപ്പോൾ ക്യാൻ എപ്പോഴും ഇതിൻ്റെ വില എന്താ കൂട്ടാത്തതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ 7 ആപ്പർച്ചർ ബ്ലേഡ്സ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലറി ആയിട്ടും കിട്ടും, ഒപ്പം ഈ ബോക്കെ എലമെൻറ്റ്സൊക്കെ നല്ല റൗണ്ട് ആയിട്ടും കിട്ടും. പിന്നെ അടുത്ത ഗുണമെന്ന് വെച്ചാൽ ഇത് എൻ്റെ ക്യാമറയിൽ നല്ല അടിപൊളി പോർട്രേറ്റ് ലെൻസാവും. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു APS-C സെൻസറുള്ള Canon 200D. അപ്പോൾ APS-C സെൻസർ എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഫ്രെയിം അല്ല, കുറച്ച് ക്രോപ്ഡ് ഇന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ക്യാമറയിൽ ഞാൻ എന്ത് ലെൻസ് വെച്ചാലും അത് 1.6 ടൈം വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 50mm ലെൻസാണ്, അപ്പോൾ ഞാൻ അത് 1.6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 80mm കിട്ടുന്നത്. അപ്പോൾ 80mm ഇതൊരു നല്ല പോർട്രേറ്റ് ലെൻസായി, കാരണം 85-100 ആ റേഞ്ചിലാണ് നല്ല പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഫേസൊക്കെ നല്ല കോംപ്ലിമെൻറ്റ് ചെയ്യും ആ ഒരു ഫോക്കൽ ലെൻത്ത്. അപ്പോൾ ഇത് 80mm ആകുമ്പോഴത്തേക്കും 80mm 1.8 ലെൻസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പോർട്രേറ്റ് ലെൻസായി. അപ്പോൾ ജസ്റ്റ് 8,000 രൂപീസിന് അങ്ങനത്തെ ഒരു ലെൻസ് കിട്ടൂല, വേറെ ഒരു ബ്രാൻഡും തരില്ല. അപ്പോൾ ഒരു APS-C സെൻസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് വൈഡായിട്ട് കിട്ടൂല, ഇതൊരു വൈഡ് ഫ്രെയിം കിട്ടൂല, പക്ഷേ നല്ലൊരു പോർട്രേറ്റ് ലെൻസ് ആവുകയുള്ളൂ. അപ്പോൾ ആ പോർട്രേറ്റ് ലെൻസ് തപ്പുവാണെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ പ്രൈസസൊക്കെ കുറേ പറഞ്ഞെങ്കിലും ഇതിന് കുറേ ഡിഫക്ട്സും ഉണ്ട്, അപ്പോൾ അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ആയതുകൊണ്ട്, ഇത് 8,000 രൂപീസ് ബിൽഡ് ചെയ്ത ലെൻസ് ആയതുകൊണ്ട് ഇവർക്ക് നല്ല എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്, ഇത് നോക്കി അറിയാം. ഇത് നല്ല ചീപ്പ് ഫീലുമാണ്. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല എക്സ്പെൻസീവായിട്ടോ അല്ലെങ്കിൽ 70-200 ഒക്കെ എടുക്കുന്ന ഒരു ഫീല് തരില്ല. നല്ല വെയിറ്റ് ഇല്ലാത്തൊരു ലെൻസും ഒരു പ്ലാസ്റ്റിക് ഫീലുമാണ്. അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇത് ഇമേജ് ക്വാളിറ്റിക്ക് നല്ലതാണെങ്കിലും ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ബേസിൽ ഇത് നല്ല ചീപ്പാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോക്കസ് റിങ്സ്, കുറേ റിവ്യൂസ് കണ്ടതാണ്, കുറേ ഇതിൻ്റെ ഫോക്കസ് റിങ്സൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനും ആ ലെൻസ് എലമെൻസിൽ നിന്ന് വിട്ടു പോകുന്നുമുണ്ട്. അപ്പോൾ ഇത് ഡാമേജ് ഒരു 4-5 കൊല്ലം എടുക്കും
പക്ഷേ ഇതിൻ്റെ ഫോക്കസ് എലമെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ അത് രണ്ടുമാണ് ഇതിൻ്റെ മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഒന്ന് ചീപ്പ് ഫീലിംഗ് ആണ്, പിന്നെ പ്രൈം ലെൻസ് ആയതുകൊണ്ട് സൂം ആവാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അല്ലാതെ നോക്കുവാണെങ്കിൽ ഇതൊരു അടിപൊളി ലെൻസാണ്. നിങ്ങൾ എന്തായാലും ഇത് മേടിച്ച് നോക്കുക. ഇത് കിറ്റ് ലെൻസിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ലെൻസ് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. നിങ്ങൾ കടയിൽ പോയിട്ടൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കുക. ഇത് സെക്കൻഡ് മേടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഞാൻ ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇങ്ങനത്തെ ലെൻസുകൾ കിട്ടാൻ. പിന്നെ കോട്ടയത്ത് ക്യാമറ സ്കാൻ എന്നൊരു കടയുണ്ട്. അവിടെ ഇത് 3500 4000 രൂപീസിനൊക്കെ സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. ആ പ്രൈസിന് നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടുവാണെങ്കിൽ എന്തായാലും മേടിച്ചു. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ചതിക്കാത്തൊരു നല്ലൊരു ലെൻസാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.